السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ ആയുസ് പൂർണ്ണമായും അവന് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് അവൻ കൈനീട്ടി സ്വീകരിക്കുന്ന ഒരു ജീവിതത്തിന് വേണ്ടി ധാരാളമായി അമലുകൾ ചെയ്തുകൊണ്ട് ഈമാനും തഖ്വയും ശക്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ നാം മറന്നു പോകരുത്. എപ്പോഴും ശ്രദ്ധിച്ച് അതിനനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറാവുക. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നിശ്ചയിച്ച് രൂപം നൽകി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശരീഅത്ത് അഥവാ ഇസ്ലാം മതം, അതിൻ്റെ ആകത്തുകയായിട്ട് നാം പറഞ്ഞത് മസ്ലഹത്തുന്നാസ്, ജനങ്ങളുടെ നന്മ മാത്രമാണ്. മനുഷ്യരായ നമുക്ക് എന്തെല്ലാം സുരക്ഷ വേണ്ടതുണ്ടോ, ഏതെല്ലാം നേട്ടങ്ങൾ കൈവരിക്കേണ്ടതുണ്ടോ അവയുടെ എല്ലാം എളുപ്പ വഴിയാണ് ഇസ്ലാമിലൂടെ ശരീഅത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ ഒരു കാര്യം മറന്നു പോവാതെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് അള്ളാഹുവിനോടുള്ള നമ്മുടെ ബാധ്യത നിറവേറ്റാൻ സാധിക്കുകയുള്ളൂ. ആ ബാധ്യതയെപ്പറ്റി ഖുർആൻ പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹ്, വിശ്വാസികളെ അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ നിലകൊള്ളുക. പല ആശയങ്ങൾക്ക് വേണ്ടി, ചിന്താഗതികൾക്ക് വേണ്ടി, പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി, സംഘടനകൾക്ക് വേണ്ടി എല്ലാം നിലകൊള്ളുന്നവരാണ് നമ്മളൊക്കെ. പക്ഷേ അതിൻ്റെ എല്ലാം മുകളിലാണ് നമ്മളുടെ മുഖ്യ ലക്ഷ്യമായിട്ട് ഖുർആൻ പ്രതിഷ്ഠിക്കുന്നത്, നിലകൊള്ളുന്നത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. അതിൻ്റെ മുമ്പിൽ നമ്മുടെ താല്പര്യങ്ങളും ആവശ്യങ്ങളും ഒക്കെ ബലി കഴിക്കേണ്ടി വന്നാൽ അതിന് തയ്യാറാവണം. ഇതാണ് ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപനം. ഈ ഒരു യാഥാർത്ഥ്യത്തെ നാം നിൽക്കുന്ന ഈ മാസവുമായി ബന്ധപ്പെടുത്തി കൂടി പഠിക്കാനാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇത് ഹജ്ജിൻ്റെ മാസമാണ്. ഈ മാസത്തിൻ്റെ അവസാനത്തെ നാളുകളിലാണ് ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങളൊക്കെ നടക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. എങ്ങനെയാണ് ഇസ്ലാമിക ശരീഅത്തിനെയും അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുക എന്ന ഈ കാര്യത്തെയും ഹജ്ജിലേക്ക് കണ്ണി ചേർത്ത് പറയേണ്ടത്, പഠിക്കേണ്ടത് എന്നത് പ്രധാനമാണ്. അവിടെ ഒന്ന് രണ്ട് കഥാപാത്രങ്ങൾ, ചരിത്ര വ്യക്തിത്വങ്ങൾ അള്ളാഹു നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാം മനസ്സിലുള്ളതുപോലെ ഒന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്നെയാണ്. ഇബ്രാഹിം നബിയെ പോലെ ആവുക എന്ന് പറഞ്ഞാൽ
അതിനേക്കാളും ലളിതമായിട്ട് അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്ന ആവശ്യകത പിന്നെ വിവരിക്കേണ്ടതില്ല. അദ്ദേഹം എല്ലാ അർത്ഥത്തിലും ആ രൂപത്തിൽ ജീവിച്ച് മാതൃകയായ വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് ലഖദ് കാനത്ത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു. ഇബ്രാഹിം നബിയിൽ ഒരു നല്ല മാതൃക നിങ്ങൾക്ക് സ്വീകരിക്കാനുണ്ട്. അതിൻ്റെ പല വശങ്ങളും ചരിത്രത്തിലും ഖുർആനിലുമൊക്കെ പറയുന്നുണ്ട്. ഒന്നാമത്തെ വശം, അദ്ദേഹം ഈ പറഞ്ഞ പോലെ അള്ളാഹുവിന് വേണ്ടി ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ നിലകൊണ്ടു എന്നതാണ്. എങ്ങനെയാണ് അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുവാൻ അദ്ദേഹം സ്വന്തത്തെ പ്രാപ്തമാക്കിയത്? അത് എത്ര എളുപ്പത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നതുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. അതിന് ഖുർആൻ പറയുന്ന ഒരു ന്യായം, ഷാക്കിറൻ ലി അൻഉമിഹി, അള്ളാഹുവിനോട് വളരെ വളരെ നന്ദിയുള്ള വിധേയത്വം കാണിക്കുന്ന മനസ്സായിരുന്നു ഇബ്രാഹീമിൻ്റെ എന്നതാണ്. ഒരു മനുഷ്യനെ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാക്കുന്ന ഒരു ഘടകമാണ് വിധേയത്വം. നമ്മൾ പലർക്കും വിധേയത്വം കാണിക്കാറുണ്ട്. അതിനേക്കാളൊക്കെ മുകളിലാണ് റബ്ബായ ഇലാഹായ അള്ളാഹുവിനോടുള്ള വിധേയത്വം. ആ വിധേയത്വത്തിൻ്റെ മാനദണ്ഡം മറ്റൊന്നുമല്ല, ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചു എന്നതാണ്. ആ കാര്യത്തെപ്പറ്റി ഖുർആൻ പറയുന്നത് വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറയുന്നതിൻ്റെ തൊട്ട് മുമ്പിലാണ് ആ കാര്യം പറയുന്നത്. അള്ളാഹുവിൻ്റെ നിഅമത്ത്, അനുഗ്രഹം നിങ്ങൾ എണ്ണാൻ തുടങ്ങിയാൽ എണ്ണിത്തീരുകയില്ല. നമ്മൾ എണ്ണുന്നത് എങ്ങനെയാണ്? സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. സംഖ്യക്ക് അപ്പുറത്താണ് അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു സംഖ്യ മനസ്സിൽ സങ്കല്പിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മളുടെ അനുഭവത്തിലുള്ളതായിരിക്കണം. ഒന്നിനു ശേഷം 2 0 ഇട്ടാൽ നമുക്ക് 100 എന്ന് വായിക്കാം. 100 എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒരു സങ്കല്പമുണ്ടാകും. 4 0 ഇടുന്നതെങ്കിൽ 10,000 എന്ന് പറയുമ്പോൾ നമുക്കതിനെപ്പറ്റി സങ്കല്പിക്കാൻ പറ്റും. 6 0 ആണെങ്കിൽ 10 ലക്ഷം എന്ന് വായിക്കാൻ പറ്റും. എന്നാൽ ഒരു 25 0 ഇട്ടാൽ എത്രയെ വായിക്കുക നമ്മൾ? അതും സംഖ്യ തന്നെയാണല്ലോ, പക്ഷേ വായിക്കാൻ സാധിക്കൂല. അതിന് വായിക്കാൻ കഴിഞ്ഞാലും അത് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കൂല. ഒന്നിനു ശേഷം 25 0 ഇട്ടാൽ ആ തുക നമുക്ക് നിർണയിച്ച് സങ്കല്പിച്ച് മനസ്സിൽ വെക്കാൻ സാധിക്കുകയില്ല. അപ്പം അള്ളാഹു തരുന്ന ഏറ്റവും ചെറിയ ഒരു അനുഗ്രഹം പോലും ലാ തുഹ്സൂഹ, നിങ്ങൾക്ക് ഇമാജിൻ ചെയ്തിട്ട് സങ്കല്പിച്ചിട്ട് അതിൻ്റെ മൂല്യം കണ്ടെത്താൻ സാധിക്കുകയില്ല. അവിടെയാണ് മനുഷ്യൻ പരാജയപ്പെടുന്നത്. അപ്പം അതിന് പകരം എന്താണ് പ്രതിവിധി? മറ്റൊന്നുമല്ല, എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇതിനോളം വലുത് മഹത്തരമായത് എനിക്ക് കിട്ടാനില്ല എന്ന് അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തുക. അതാണ് നാം പറഞ്ഞ ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണിച്ച വിധേയത്വം. അവിടെയാണ് ഖവ്വാം, അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുക എന്നതും പൂർണ്ണമാവുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ മൂല്യം നമ്മൾ ആരെങ്കിലും കണക്കാക്കിയിട്ടുണ്ടോ? എപ്പോഴാണ് ഒരു വസ്തുവിന് മൂല്യമുണ്ടാവുന്നത്? അതിൻ്റെ യഥാർത്ഥ വിലയാണോ? അതാവാൻ സാധ്യതയില്ല. നമുക്ക് നമ്മളുടെ സുഹൃത്ത് ഒരു പേന ഗിഫ്റ്റായി തന്നു എന്ന് വെക്കുക. ബാപ്പ മകന് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥിക്ക് അധ്യാപകൻ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു. എന്താണ് കൊടുക്കുന്നത്? ഒരു 10 രൂപയുടെ പേന. അത് കിട്ടുമ്പോൾ സന്തോഷമുണ്ടാകും, അതും ഒരു സമ്മാനം തന്നെയാണ്. പക്ഷെ അത്ര വലിയ ഒരു മൂല്യമായിട്ട് മഹത്വമായിട്ട് ആ 10 രൂപയുടെ പേന കണക്കാക്കുമോ? ഇല്ല.
എന്നാൽ ഇന്ത്യൻ പ്രസിഡന്റിൽ നിന്ന് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയിൽ നിന്ന് ബഹുമതി എന്നോണം ഒരു ഗിഫ്റ്റ് കിട്ടുകയാണ്, അതും ഈ പേനയാകുന്നു എന്ന് വെക്കുക. അവിടെ അതിന് മൂല്യമുണ്ടോ? തീർച്ചയായും ഉണ്ട്. ആ സന്ദർഭം ഒപ്പിയെടുത്ത് നമ്മളുടെ സ്ഥിരം സ്റ്റാറ്റസ് ആക്കി വെക്കും. അത് ഫ്രെയിം ചെയ്ത് ഷോക്കോസ് ചെയ്യും, അലമാരയിൽ വെക്കും. അവിടെ പേനയുടെ 10 രൂപയല്ല മൂല്യം, പിന്നെയോ ആരിൽ നിന്നാണ് കിട്ടിയത് എന്നതാണ് ആ മൂല്യം വർദ്ധിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇതുതന്നെയാണ് അള്ളാഹുവിൻ്റെയും കാര്യം. നാം ചെറുതെന്ന് വിചാരിക്കുന്ന 5 രൂപ 10 രൂപ എന്ന് വിചാരിക്കുന്നത് പോലും ആരിൽ നിന്നാണ് കിട്ടുന്നത്? പ്രധാനമന്ത്രിയിൽ നിന്നല്ല, അള്ളാഹുവിൽ നിന്നാണ്. അവിടെയാണ് നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളുടെയും മൂല്യത്തെ മഹത്വവൽക്കരിക്കേണ്ടത്. അത് മറന്നു പോകുന്ന, അങ്ങനെ മൂല്യം കണക്കാക്കാൻ സാധിക്കാതെ പോകുന്ന അവസ്ഥയെ പറ്റിയാണ് ഖുർആൻ പറയുന്നത്. വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി. അള്ളാഹുവിനെ ആളുകൾ അറിയേണ്ട പോലെ അറിയുന്നില്ല. എനിക്കിത് കിട്ടിയിരിക്കുന്നത് അള്ളാഹുവിൽ നിന്നാകുന്നു എന്ന് വരുമ്പോൾ അതിന് എന്തൊരു മൂല്യമാണ് എന്ന് മനസ്സിലാക്കാൻ ആളുകൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിത സന്ദേശം വളരെ വളരെ ലളിതമാണ്. അത് ഇത്രമാത്രമാണ്. നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ എണ്ണിക്കണക്കാക്കാൻ നമുക്ക് സാധിക്കുകയില്ല. എങ്കിൽ അതിന് പകരം ചെയ്യേണ്ടത് നന്ദിയാണ്. നന്ദി കാണിക്കുവാൻ ഒരു വസ്തുവിൻ്റെ യഥാർത്ഥ മൂല്യം അറിയണം. മൂല്യം അറിയുന്നത് ആ വസ്തുവിൻ്റെ ഭൗതികമായ വിലയല്ല, അത് ആരിൽ നിന്ന് ലഭിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചേർക്കാൻ, മനസ്സിൽ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ഒരിക്കലും അള്ളാഹുവിനെ മറന്നു പോവാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. അവൻ തരുന്ന ഓരോ അവസരങ്ങൾ, ജീവിതത്തിൽ നമുക്കെല്ലാം ധാരാളം അവസരങ്ങൾ കിട്ടുന്നുണ്ട്. ഈ ഇരിക്കുന്ന നമുക്കെല്ലാം വിവിധ അവസരങ്ങളാണ്. ചിലർക്ക് സാമ്പത്തികമായ അവസരങ്ങളാണ്, ആരോഗ്യപരമായ അവസരങ്ങളാണ്, വിജ്ഞാനത്തിലൂടെ ലഭിച്ചിരിക്കുന്ന അവസരങ്ങളാണ്, മറ്റു കഴിവുകൾ, സ്കില്ലുകൾ, അതിലൂടെ അവസരം ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ നിരവധി അവസരങ്ങൾ നമുക്കെല്ലാം ലഭിക്കുന്നുണ്ട്. ഈ അവസരങ്ങളിലൂടെയാണ് അള്ളാഹുവിനെ, അവൻ്റെ മഹത്വത്തെ നാം നോക്കിക്കാണേണ്ടത്. അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുക എന്ന ഒരു ഉയർന്ന നിലവാരത്തിലേക്ക് എത്തേണ്ടത് എന്നാണ് ഇസ്ലാം ഈ ശരീഅത്തിലൂടെ, ഖുർആനിലൂടെ അള്ളാഹു നമ്മെ കേൾപ്പിക്കുകയും ചെയ്യുന്നത്. ആ രൂപത്തിൽ വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, എന്തെല്ലാം അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടോ അവയെല്ലാം ഒന്നുപോലും വിട്ടുപോവാതെ അള്ളാഹുവിൽ നിന്നാകുന്നു എന്ന ബോധ്യം, കേവല ബോധമല്ല, ഒരിക്കലും ഇളക്കിക്കളയാൻ പറ്റാത്ത, സംശയമില്ലാത്ത ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏത് പ്രയാസങ്ങളെയും ക്ഷമാപൂർവം അഭിമുഖീകരിച്ചുകൊണ്ട് എല്ലാ സന്ദർഭങ്ങളെയും അവസരങ്ങളെയും നമ്മൾ അള്ളാഹുവിന് വേണ്ടിയുള്ളതാക്കുക എന്നതാണ് ഇബ്രാഹിം നബിയുടെ ഏറ്റവും നല്ല അനുകരണീയമായ മാതൃക. അങ്ങനെ എല്ലാ സന്ദർഭങ്ങളെയും പരമാവധി ഉപയോഗപ്പെടുത്തി അള്ളാഹുവിന് വേണ്ടി നിലകൊണ്ടു എന്നതിൻ്റെ ഒരു നേർചിത്രമാണ് അദ്ദേഹത്തെ പറ്റി ഖുർആനിൽ പറയുന്നത്. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രിക്കീൻ. അതിന് സമാനമായ പ്രാർത്ഥന നമ്മളെല്ലാം നമസ്കാരത്തിലേക്ക് പ്രവേശിച്ച ഉടനെ പറയാറുണ്ട്. അത് വല്ലാത്ത അർത്ഥഗൗരവമുള്ള ഒരു പ്രതിജ്ഞയാണ്. എൻ്റെ മുഖത്തെ അള്ളാഹുവിന് വേണ്ടി ഞാൻ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. അള്ളാഹു എത്ര വലിയവനാണ്, അവന് വേണ്ടി ഞാൻ എങ്ങനെയെല്ലാം നിലകൊള്ളണം എന്നുകൂടിയാണ് ഈ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന
പരാമർശിക്കുന്നത്. ആകാശവും ഭൂമിയും പടച്ച അള്ളാഹുവിന് എൻ്റെ മുഖത്തെ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. അതിനേക്കാളും വലിയ വിധേയത്വം ഒരാൾക്കില്ല, അതിനേക്കാളും വലിയ സമർപ്പണം ഒരാൾക്കില്ല. നമ്മുടെയെല്ലാം മുഖം എന്ന് പറഞ്ഞാൽ അത് കൈ കാൽ പോലെ കേവലം ഒരു അവയവമല്ല. നമ്മൾ ആരാകുന്നു എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തുന്ന ഏറ്റവും നല്ല ഒരു പ്രകടനമാണ് നമ്മുടെയൊക്കെ മുഖം. നമ്മുടെ മനസ്സിലുള്ള സങ്കടങ്ങളും സന്തോഷവും കോപവും വൈരവും എല്ലാം ഒറ്റ നോട്ടത്തിൽ മുഖത്ത് നിന്ന് നമുക്കെല്ലാം വായിച്ചെടുക്കാം. അത് മനുഷ്യരായ നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടിയാണ്. അങ്ങനെ അള്ളാഹു നമ്മളെ വായിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ മുഖത്തുള്ള ഭാവത്തിലൂടെ മനസ്സിലെന്താവുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ അതിനേക്കാളും വലുതാണല്ലോ അള്ളാഹു. നൊടിയിട കൊണ്ട്, അതിനേക്കാളും ചെറിയ സമയം കൊണ്ട് അള്ളാഹു നമ്മളെ പൂർണ്ണമായും അളന്നു കഴിഞ്ഞിരിക്കും. ആ രൂപത്തിൽ നമസ്കരിക്കുമ്പോൾ മാത്രമല്ല, നമസ്കരിക്കുമ്പോഴുള്ള ആ പ്രാർത്ഥനാ വചനങ്ങൾ ജീവിതത്തിൽ എപ്പോഴും സ്വീകരിക്കുകയാണെങ്കിൽ അള്ളാഹുവിന് വേണ്ടിയാണ് എൻ്റെ മുഖവും മനസ്സും ശരീരവും ആത്മാവും എന്ന് വരുമ്പോൾ അതിനേക്കാളും അള്ളാഹുവിനെ കൂട്ടുപിടിക്കാൻ മറ്റൊരു ഘടകം വേണ്ടതില്ല. നമ്മുടെ മനസ്സും മനസ്സിലുള്ള ചിന്തയും നമ്മളുടെ വികാരങ്ങളും ആവശ്യങ്ങളും താല്പര്യങ്ങളുമൊക്കെ അതിനനുസരിച്ച് ഓരോ സമയത്തും ആരും പറയാതെ നമുക്ക് ക്രമീകരിക്കുവാനും സാധിക്കും. ആ രൂപത്തിലുള്ള നല്ല ഒരു ഈമാനികമായ അവസ്ഥയിലേക്ക് നാം നടന്നെടുക്കുക. എപ്പോഴും എന്തിനും ഏതിനും അള്ളാഹു മാത്രമാണ് എനിക്ക് എന്ന ഈ ബോധ്യം മറന്നു പോവാതിരിക്കുക. ഈ പറയുന്ന ചരിത്രത്തിലൂടെ പിന്നോട്ട് പോയാൽ നമുക്ക് എത്താവുന്ന ഒരു വലിയ വ്യക്തിത്വം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ എല്ലാ ചെറുതും വലുതുമായ സന്ദർഭങ്ങളെ ജീവിതത്തിലേക്ക് പരമാവധി ഒപ്പിയെടുത്തുകൊണ്ട് നാം ജീവിക്കുകയും അമൽ നടത്തുകയും ചെയ്യുക. അല്ലാഹുവേ, നീ ഞങ്ങളെയെല്ലാം നിൻ്റെ തൗഫീഖും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തുൽ മുത്തഖീൻ നുസല്ലി വനുസല്ലിമു അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നമ്മൾ പറഞ്ഞത് അള്ളാഹുവിന് വേണ്ടി വേണ്ട രൂപത്തിൽ നിലകൊള്ളുക, അവനെ അറിയേണ്ട പോലെ അറിയുക എന്ന കാര്യമാണ്. ഇത് വിഷയത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇങ്ങനെയെല്ലാം ചെയ്താൽ എന്താണ് തനിക്ക് കിട്ടുക എന്നതാണ് മറുഭാഗം. രണ്ടാമത്തെ വിഷയം അതാണ്. എന്തെങ്കിലും ഒരു തിരിച്ചുവരവ്, ഒരു റിട്ടേൺ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏത് കാര്യം ചെയ്താലും എന്താണ് ഈ പറഞ്ഞ ജീവിതത്തിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടാനുള്ളത്? അതും പ്രധാനമാണ്, വളരെ പ്രധാനമാണ്. അതിനും നമുക്ക് ചരിത്രത്തിലൂടെ പിന്നോട്ട് പോയി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് എത്തുന്നത് എളുപ്പമായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹാജറ ബീവി, ചെറിയ കുഞ്ഞ് ഇസ്മായിൽ ദാഹിച്ച് കാലിട്ടടിച്ച് കരഞ്ഞപ്പോൾ എന്താണ് അവർ ചെയ്തത്? അള്ളാഹുവിനോട് ദുആ ചെയ്തു വെള്ളത്തിന് വേണ്ടി. ഒരു കുഞ്ഞിന് ദാഹം മാറ്റാൻ എത്ര വെള്ളം വേണം? 1 ഗ്ലാസ് അല്ലെങ്കിൽ 2 ഗ്ലാസ്. ഇനി കുഞ്ഞിനും ഉമ്മാക്കും ദാഹം മാറ്റണമെങ്കിലോ 1-2 ലിറ്റർ വെള്ളം അള്ളാഹു കൊടുത്താൽ മതി. പക്ഷെ അള്ളാഹു എത്രയാണ് കൊടുത്തത്? ഒരു സംസം, ഒരു ജലസംഭരണി മൊത്തമാണ് ഹാജറക്ക് നൽകിയത്. 5000-6000 വർഷങ്ങളായിട്ട് തലമുറകളുടെ ആത്മദാഹം തീർത്തിട്ടും പറ്റാത്ത ഒരു വലിയ അക്ഷയ കനി. നോക്കൂ,
ചെറിയൊന്ന് ചോദിച്ചു കിട്ടിയതോ അളക്കാൻ സാധിക്കാത്തത്. ലാ തുഹ്സൂഹ എന്ന് നാം പറയുകയുണ്ടായി. വഇൻ തഅദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ. അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ എണ്ണാനും അളക്കാനും തുടങ്ങിയാൽ സംഖ്യ കൊണ്ട് എഴുതാൻ പറ്റുകയില്ല, എഴുതിയാലും സങ്കല്പിക്കാൻ പറ്റുകയില്ല. സംസമിന് നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വിലയിട്ട് നോക്കൂ, അത് സംഖ്യകൾക്കകത്ത് നിൽക്കുകയില്ല. ആ രൂപത്തിൽ ചോദിച്ചാൽ ഹാജറയുടെ സ്ഥാനത്ത് ആ മനസ്സുമായിട്ട് നമ്മളും ചോദിച്ചാൽ നമുക്ക് അല്ലാഹു തരും സംസം പോലെയുള്ള അക്ഷയഖനികൾ. അപ്പോൾ എന്ത് ചോദിക്കുന്നു എന്നല്ല പടച്ചോൻ നോക്കുന്നത്, ആരാണ് ചോദിക്കുന്നത്, എന്തിനാണ് ചോദിക്കുന്നത് എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് അവൻ വാരിക്കോരിത്തരും. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. 2 ഗ്ലാസ് വെള്ളം വേണ്ടിടത്ത് ഹാജറ ബീവിക്ക് കൊടുത്തത് നൂറ്റാണ്ടുകളായി വറ്റാത്ത ഒരു അക്ഷയപാത്രം. അത് വലിയ ഒരു പാഠമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലെ നേരത്തെ പറഞ്ഞ മാതൃക പോലെ തന്നെ നമുക്ക് പ്രചോദനമുണ്ടാവേണ്ട, ഈമാനികമായ പ്രോത്സാഹനമുണ്ടാവേണ്ട ഒരു ഭാഗമായിട്ടാണ് ഹാജറ ബീവിയുടെ ആ പ്രാർത്ഥനയും അതിന് പ്രത്യുത്തരമായിട്ട് അള്ളാഹു നൽകിയിരിക്കുന്ന ആ ജലശേഖരവും നാം കാണുന്നത്. അപ്പം ഇങ്ങനെ നമ്മളെ സംസ്കരിക്കുകയാണെങ്കിൽ, നമ്മളുടെ ആവശ്യങ്ങളും കാര്യങ്ങളും കലർപ്പില്ലാത്ത മനസ്സുമായി അള്ളാഹുവിനെ കേൾപ്പിക്കുകയാണെങ്കിൽ, സർവോപരി നമ്മളെപ്പറ്റി അള്ളാഹുവിന് ഈ പറഞ്ഞ ബോധ്യം വന്നിരിക്കുകയാണെങ്കിൽ, ഇവൻ തരക്കേടില്ല, ഇവൾ നല്ല സ്ത്രീയാണ്, നല്ല ഈമാനുണ്ട് എന്ന് അള്ളാഹുവിന് ബോധ്യം വന്നാൽ അതിൻ്റെ റിസൾട്ട് ചെറുതല്ല. ഹാജറ ബീവിക്ക് കിട്ടിയ പോലെ നമുക്കും കിട്ടും. കാത്തിരിക്കണം എന്നേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്ന വേഗത്തിലും എളുപ്പത്തിലും ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വരണമെന്നില്ല. അവന് ചില നിശ്ചയങ്ങളും ചില വിധി നാളുകളുമൊക്കെയുണ്ട്. അതുവരെ കാത്തിരുന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹു നമുക്ക് സ്വന്തമായിരിക്കും. നാം അവന് ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ടവനുമായിരിക്കും. ആ രൂപത്തിൽ കഴിയുവാൻ നമ്മൾ ഈമാനിലൂടെ, പ്രത്യേകിച്ച് ഈ മാസങ്ങളിലൂടെയുള്ള ചിന്തകളിലൂടെ, പഠനങ്ങളിലൂടെയൊക്കെ നമ്മൾ സ്വന്തത്തെ പാകപ്പെടുത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. റബ്ബ് നമ്മയെല്ലാം നല്ലവരായി ജീവിക്കുവാൻ, അവൻ്റെ അനുഗ്രഹങ്ങൾ നിലച്ചു പോവാതെ ലഭിക്കുന്ന രൂപത്തിൽ കഴിയുവാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹജ്ജുമായി ബന്ധപ്പെട്ട് കർമ്മങ്ങൾ നമുക്ക് ഒന്നുമില്ലെങ്കിലും അതിൻ്റെ ഒരു പ്രതീകമായിട്ട് നാം ചെയ്യേണ്ടതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയുള്ള ഉളുഹിയ്യത്ത് കർമ്മം. പെരുന്നാളിൻ്റെ അന്ന് എല്ലാവരുടെയും ഓർമ്മയിലുണ്ടായിരിക്കും. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു എന്നേയുള്ളൂ. നമ്മുടെ മഹല്ലിലൊക്കെ അതിൻ്റെ സംവിധാനങ്ങൾ ഉണ്ടാകും. ഇനി മഹല്ലിന് പുറത്ത് നിർവഹിക്കുകയാണെങ്കിലും അതും വളരെ നന്നായിരിക്കും. പ്രത്യേകിച്ച് അതിനൊന്നും വകയില്ലാത്ത, സാമ്പത്തിക ശേഷിയില്ലാത്ത വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് അത് നൽകാനുള്ള നല്ല ഫലപ്രദമായ സംവിധാനവും നമുക്കുണ്ട്. ഒരു ഷെയറിന് 5000 രൂപയാണ്. ഒരു ആടിനെ മൊത്തം അറക്കുകയാണെങ്കിൽ 10000 രൂപയേ ഉള്ളൂ. അതിൻ്റെ വിശദാംശങ്ങൾ ഇവിടുന്ന് ലഭിക്കും. അതിലും നമുക്ക് പങ്കാളിയായിട്ട് ഈ ഒരു പുണ്യത്തിലൂടെ അള്ളാഹുവിന് പ്രിയപ്പെട്ടവനായി മാറാം. അള്ളാഹുവെ നമുക്കെല്ലാം ഏറ്റവും നല്ല ജീവിതം നൽകി, നല്ല ഈമാൻ നൽകി, അള്ളാഹുവിൻ്റെ കോപത്തിനും അവൻ്റെ ശാപത്തിനുമൊന്നും വിധേയമാവാതെ എപ്പോഴും അവൻ്റെ തൗഫീക്കും റഹ്മത്തും ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. കഴിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക്, സുഹൃത്തുക്കൾക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നിര്യാതരായ കോഴിക്കോട് തന്നെയുള്ള വലിയ വീട്ടിൽ മൊയ്തീൻ സാഹിബ്, അതുപോലെ മാളിയേക്കൽ ഒരു സഹോദരി സുലൈഖ തുടങ്ങിയവരും അവർക്കും വേണ്ടിയും നാം പ്രാർത്ഥിക്കുക. അള്ളാഹു അവർക്കും മരിച്ചുപോയ നമ്മുടെ ഉമ്മമാർക്കുമെല്ലാം സുഹൃത്തുക്കൾക്കുമൊക്കെ മഗ്ഫിറത്തും നൽകി അവരുടെ ഖബറിടം
പ്രകാശമാനമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസങ്ങളിലൂടെ, രോഗങ്ങളിലൂടെ, ചികിത്സയിലൂടെ കടന്നു പോകുന്നവരെയും നാം പ്രാർത്ഥനയിലൂടെ ഓർക്കുക. അള്ളാഹുവെ, അവർക്കെല്ലാം ഫലപ്രദമായ ചികിത്സ ലഭ്യമാക്കി ഏറ്റവും എളുപ്പത്തിൽ നല്ല ആരോഗ്യത്തോടുകൂടെ ജീവിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم. اللهم أجرنا من النار وأدخلنا الجنة مع الأبرار يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.